എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ചാനൽ എങ്ങനെ സെർച്ച് ലിസ്റ്റിൽ കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചാണ്. യൂട്യൂബ് സെർച്ചിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മറ്റൊരാൾക്കല്ല നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു ചാനൽ അവർക്ക് അത് കാണാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ സെർച്ച് ലിസ്റ്റിൽ നമ്മുടെ ചാനൽ കാണാൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ചാനലിന് എന്തെങ്കിലും കുഴപ്പം കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാനോ അല്ലെങ്കിൽ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ആയിക്കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിങ്സ് മാറി കിടക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ നമ്മുടെ ചാനലിന് കുഴപ്പം കൊണ്ടൊന്നും അല്ല അങ്ങനെ സെർച്ച് ലിസ്റ്റിൽ വരാത്തത്. നമ്മൾ കാരണം പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൽ ഒന്ന് രണ്ട് സെറ്റിങ്സ് എനേബിൾ ആക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചാനലിന് എന്ത് പേര് നൽകും. അതൊരു യുണീക്കായിട്ടുള്ള ഒരു പേരായി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി ഉള്ള കുറേ പേരുകൾ നമ്മൾ ആ പേരിൽ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സെർച്ച് ലിസ്റ്റ് വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അതുപോലെ തന്നെ ഒരു യുണീക്കായിട്ടുള്ള ഒരു നെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സെർച്ച് ലിസ്റ്റിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം പിന്നീട് നമ്മൾ ആ ഒരു പേരിലായിരിക്കും യൂട്യൂബിൽ അറിയപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യുണീക്കായിട്ടുള്ള ഒരു നെയിം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, യുണീക്കായിട്ടുള്ള നെയിം ഒക്കെ കൊടുത്തു, ചാനൽ തുടങ്ങി, വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ചാനൽ പെട്ടെന്ന് സെർച്ചിലേക്ക് വരണമെന്നില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് അതിന് വേണ്ടിയിട്ട് നല്ല കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ഒരു 10-15 വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ചാനൽ പതിയെ സെർച്ച് ലിസ്റ്റിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു 10-20 വീഡിയോ ചെയ്തിട്ടും നമ്മുടെ ചാനൽ സെർച്ച് ലിസ്റ്റിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന് കീവേഡ്സ് കൊടുക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു വരുന്നതുകൊണ്ടാണ് മൂന്നാമതെന്നുള്ള സ്റ്റെപ്പിലോട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന യൂണീക്കായിട്ടുള്ള നെയിം അതെന്തായിക്കോട്ടെ, ആ നെയിം എങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ നമ്മളെ യൂട്യൂബിൽ കിട്ടണം. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലോ കുറച്ച് ഗ്യാപ്പ് ഇട്ടോ അങ്ങനെ നമ്മുടെ ഒരു പേര് എങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടണം എന്നുള്ളത് അതാണ് നമ്മൾ ആ കീവേഡ്സിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന് കീവേഡ്സ് കൊടുക്കുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പം അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും യൂട്യൂബ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മേളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ്, അപ്പം നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന പോലെ കാണാനായിട്ട് സാധിക്കാൻ അത് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ആ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അവിടുന്ന് യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അനലറ്റിക്സും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു സെറ്റിങ്സിൻ്റെ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നതിൽ ചാനൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ സെറ്റിങ്സ്, മെയിനായിട്ടുള്ള സെറ്റിങ്സാണ് ആ ചാനലിൻ്റെ ആ ഒരു ഓപ്ഷനിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിങ്, ഫ്യൂച്ചർ എലിജിബിലിറ്റി അങ്ങനെ. അപ്പോൾ ഇതിൽ ബേസിക്കിനകത്ത് നമ്മൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത്, അതുപോലെ തന്നെ കീവേഡ്സ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കീവേഡ്സിനെ കുറിച്ചാണ്. നമ്മുടെ ചാനലിന് ഏതെല്ലാം രീതിയിൽ കീവേഡ്സ് കൊടുക്കണമെന്നുള്ള ആ ഒരു ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഞാനിപ്പം കുറച്ച് കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്താൽ വരണമെന്നുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ചെറിയ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് പല രീതിയിൽ, ഇപ്പം ക്യാപിറ്റൽ ലെറ്ററിലോ അല്ല സ്മോൾ ലെറ്ററിലോ
ഡോട്ട് ഇട്ടോ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം 500 ലെറ്ററോളം നമുക്കിതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കൊടുത്ത കീവേഡ്സ് എല്ലാം ഇപ്പം സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ കീവേഡ്സ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ സെർച്ച് ലിസ്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം പലരും ചെയ്ത് കാണുന്നൊരു ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ചാനലിൻ്റെ പേര് മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പുതിയ കൊടുക്കുന്ന ചാനലിൻ്റെ നെയിം പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് സെർച്ചിൽ അല്ലെങ്കിൽ റാങ്കിൽ കാണിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചാനൽ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ചാനലിൻ്റെ കീവേഡ്സും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ യൂട്യൂബ് സെർച്ചിലേക്ക് കാണിക്കത്തുള്ളൂ. അതും പുതിയ നെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരണമെന്നില്ല. നമ്മൾ ഇതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു 10-15 വീഡിയോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ചാനൽ നെയിമും നമ്മുടെ യൂട്യൂബ് സെർച്ചിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.